ഹലോ ഗായ്സ്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിക്സൽ ലാബ്, പിക്സാർട്ട്, മലയാളം ട്രോൾ എഡിറ്റർ ഈ 3 ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തംബ്നെയിലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാറ്. പക്ഷേ നിങ്ങൾക്കായിട്ട് ഇന്നൊരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. വളരെ സിമ്പിളായിട്ട് നല്ല പ്രൊഫഷണലായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളി തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാനായിട്ട് നിങ്ങളൊരു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓളാക്കി ഇട്ടേക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് തംബ്നെയിൽ മേക്കർ, കവർ മേക്കർ ആൻഡ് ബാനർ മേക്കർ എന്നാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും ഇൻ്റർഫേസാണ് ഓപ്പൺ ആയി വരുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ തംബ്നെയിൽ ഉണ്ടാക്കാം. ഒന്ന്, നമുക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ആഡ് ചെയ്ത് ടൈറ്റിലൊക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരുപാട് റെഡിമെയ്ഡ് ആയിട്ടുള്ള തംബ്നെയിൽ ഉണ്ട്. അത് ജസ്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്ന നമുക്ക് കസ്റ്റമായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കാനുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഓപ്ഷൻ എടുക്കാം. അവിടെ എടുത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ട്രാവൽ, ഗെയിം, വ്ളോഗിങ് അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് ഒരുപാട് തംബ്നെയിൽ റെഡിമെയ്ഡായിട്ട് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് അത് സെലക്ട് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ മാറ്റം വരുത്തി അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഗെയിമിംഗ് എന്ന കാറ്റഗറിയിൽ ഒരുപാട് തംബ്നെയിൽ ഓൾറെഡി റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ടൈറ്റിൽ ടെക്സ്റ്റൊക്കെ മാറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരുപാട് തംബ്നെയിൽ അതുപോലത്തെ ഉണ്ട്. ഒരുപാട് കാറ്റഗറിയിൽ ഇതുപോലത്തെ ഒരുപാട് തംബ്നെയിൽ ഉണ്ട്. ഞാനിപ്പോൾ ഒരു തംബ്നെയിൽ ഇപ്പോൾ എടുത്ത് സെലക്ട് ചെയ്ത് കാണിച്ചിട്ട് ആദ്യത്തെ തംബ്നെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആവും. എൻ്റെ ഇതുപോലത്തെ ഒരു പേജ് വരും. ഇടയ്ക്ക് പരസ്യമൊക്കെ വരും. അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടോ, ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ഫോട്ടോ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഫോണ്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസോ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അവിടെ പൊക്കി മാറ്റി സ്ഥലത്ത് വയ്ക്കാനും അപ്പോൾ ഇതിന് സൈസ് കൂട്ടാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ റിമൂവ് ചെയ്ത് വേറെ ഇമേജ് ആഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഗാലറിയിൽ ആ ഒരു ഇമേജിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഗാലറിയിലുള്ള ഇമേജ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് ഈ ഒരു തംബ്നെയിലിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു പബ്ജിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാർഡ് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലത്തെ ഒരു ഫോട്ടോ നമുക്ക് എടുത്തിട്ട് ഇന്നത്തെ കാർഡ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ആ ഒരു ഗണ്ണിൻ്റെ ഇമേജ് കളഞ്ഞിട്ട് വേണമെങ്കിൽ പോലും നമുക്ക് ആ ഒരു ആഡ് ചെയ്ത ഇമേജ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഒരു ഇമേജ് ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ സ്ഥാനത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത ഇമേജോട് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് ഇമേജ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് PNG ആണെങ്കിൽ സുഖമായിട്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. എൻ്റെ ആ ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റിലായിട്ട് പോകാം. ആ ഒരു ടൈറ്റിൽ നിന്ന് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ആവും. എന്നിട്ട് അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എന്തുകൊണ്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ടൈറ്റിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ഗെയിമിംഗ് ചാനലിൻ്റെ പേരിട്ടേ മാറ്റി കാണിച്ചു തരാം. കണ്ടോ, ഫ്രെയിമിൽ നിന്ന് മാറ്റി. ഇനി നമുക്ക് ഗെയിം പ്ലേയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളർ വേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഗെയിം പ്ലേയും സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് താഴെ ഗോസിയർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഗോസിയർ തന്നെ നമുക്ക് വേറെ പേരിട്ട് മാറ്റാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ടെക്സ്റ്റിന് ഒരുപാട് ഫോണ്ടും കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ആദ്യം ആ ഒരു ഗെയിം പ്ലേ എന്നുള്ള സാധനം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ഗെയിമേഴ്സ് ഈസ് ലൈവ് എന്നൊരു തംബ്നെയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഞാൻ ആ ഒരു ഗെയിം പ്ലേയും ആ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് മാറ്റി. ഇനിയിപ്പോൾ ആ ഒരു ഗോസിയർ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് ഗെയിമേഴ്സ് എന്ന് മാറ്റാം. എൻ്റെ ചാനലിൻ്റെ സെക്കൻഡ് നെയിമാണ്, ഫ്രെയിം ഗെയിമേഴ്സിൻ്റെ സെക്കൻഡ് വേർഡാണ്. അത് ആഡ് ചെയ്തു. പിന്നെ ആ ഒരു വേർഡ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഒരു ഫ്രെയിം എന്നുള്ള പേര് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി താഴെ ഗെയിമേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഒരുപാട് ഫോണ്ടും കാര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതിന് കപ്പാസിറ്റി, കളറ്, ബാക്ക്ഗ്രൗണ്ട്, ഷാഡോ, സ്ട്രോക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കൊടുക്കാനായിട്ട്. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും കൊടുക്കുന്നത്. അതിന് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ആ ഒരു ഫോണ്ടായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കളറോ ഫോണ്ടോ ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോണ്ടും കളറും സ്ട്രോക്കും കപ്പാസിറ്റിയൊക്കെ കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ. ഇതിലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പെട്ടെന്ന് ചെയ്യുന്നതാണ് ഈ ഒരു തംബ്നെയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു തംബ്നെയിലിന് വേണ്ടി ഫ്രെയിമും ഗെയിമേഴ്സ് എഴുതി അതിന് ഫോണ്ടും അതുപോലെ തന്നെ കപ്പാസിറ്റി, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യുക. എന്നിട്ട് താഴെയായിട്ട് ഈ സ്ലൈവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. അതിനായിട്ട് താഴെ ടെക്സ്റ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ സ്ലൈവ് എന്ന് ആഡ് ചെയ്തിട്ട് അതിനും ഇഷ്ടപ്പെട്ട ഫോണ്ടും കളറും ടെക്സ്റ്റും എന്താണ് അതിൻ്റെ കപ്പാസിറ്റി, ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് അതിനൊരു റെഡ് കളർ കൊടുത്ത് അതിനൊരു ബ്ലാക്ക് ഷാഡോ കൊടുത്തുകൊണ്ട് ഒരു ഫോണ്ടും ആഡ് ചെയ്ത് അവിടെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് സമയമെടുത്ത് സെർച്ച് ചെയ്ത് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാം. കണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റിക്കറൊക്കെ ഉണ്ട്. ആ സ്റ്റിക്കർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഒരുപാട് സ്റ്റിക്കർ ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അതിനൊരു റെഡ് കളർ കൊടുത്തു.
റെഡ് കളർ കൊടുക്കാം. റെഡ് കളറിനായിട്ട് ആ കളർ സെലക്ട് ചെയ്തിട്ട് അടുത്ത കപ്പാസിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കൊടുക്കാം. ഷാഡോ ഇഷ്ടമുള്ള കൊടുക്കാം. ഇത് കൊടുത്തതിന് ശേഷം നമ്മുടെ തമ്പനെയിൽ റെഡി ആയിട്ട് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് എഫക്റ്റ് നമ്മുടെ ആ ഒരു ഓവർലേ ആയിട്ട് വരും. കണ്ടോ, ഇതുപോലെ ഒരുപാട് എഫക്റ്റ് ഒരു ഓവർലേ ആയിട്ട് വരും. അതിനും കപ്പാസിറ്റി നമുക്ക് കൂട്ടി കുറച്ച് ഇടാൻ പറ്റും. ഇതും നിങ്ങളുടെ ആ ഒരു തമ്പനെയിലിന് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ലുക്ക് കൊടുക്കും. കണ്ടോ, ഒരു ലെവൽ ലുക്കാണ് കിട്ടുന്നത് അതിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിട്ട് ഈ ഒരു തമ്പനെയിൽ ഗാലറിയിലിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ഒരുപാട് കസ്റ്റമായിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് തമ്പനെയിലൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ തമ്പനെയിൽ ഉണ്ടാക്കാൻ പറ്റും. വ്ളോഗിങ്ങിനോ ടെക്കിനോ ഗെയിമിങ്ങിനോ ഏത് കാറ്റഗറിക്ക് വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തമ്പനെയിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ വളരെ സിമ്പിൾ ആപ്ലിക്കേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓളാക്കി ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.